2034 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള നീക്കവുമായി സൗദി അറേബ്യ നാമനിർദ്ദേശം അടങ്ങിയ അന്തിമ ഫയൽ ഫിഫയ്ക്ക് സമർപ്പിച്ചു. പാരീസിൽ വെച്ചാണ് ഫയലുകൾ സമർപ്പിച്ചത്. കായിക മന്ത്രിയും സൗദി ഒളിമ്പിക്സ് ആൻഡ് പാരാഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റുമായ അമീർ അബ്ദുൾ അസീസ് ബിൻ തുർക്കി ബിൻ ഫൈസൽ, സൗദി ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റായ യാസിർ അൽ മഹസൽ എന്നിവരും ഫെഡറേഷന് കീഴിൽ പരിശീലനം നടത്തുന്ന 2 കുട്ടികളും ചേർന്നാണ് ഫയൽ ഫിഫ ഭാരവാഹികൾക്ക് സമർപ്പിച്ചത്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഏറ്റുവാങ്ങി. ഇതോടെ ലോകകപ്പ് ആതിഥേയത്വം കിട്ടാനുള്ള 3 ഘട്ടങ്ങൾ സൗദി അറേബ്യ മറികടന്നു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ താൽപര്യമറിയിച്ച് ഫിഫയ്ക്ക് കത്തയക്കലായിരുന്നു ആദ്യഘട്ടം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സൗദി ഫുട്ബോൾ ഫെഡറേഷൻ ഈ നടപടി പൂർത്തിയാക്കിയത്. ലോകകപ്പിന്റെ ഔദ്യോഗിക മുദ്ര എന്താണെന്ന് നിശ്ചയിച്ച് അത് രൂപകൽപ്പന ചെയ്ത് പ്രകാശനം ചെയ്യുന്ന ഘട്ടമായിരുന്നു രണ്ടാമത്തേത്. മൂന്നാമത്തെ ഘട്ടമായാണ് നാമനിർദ്ദേശം സംബന്ധിച്ച അന്തിമ ഫയൽ സമർപ്പിച്ചത്. സൗദിയിലെത്തി ലോകകപ്പ് നടത്തിപ്പിനാവശ്യമായ സൗകര്യങ്ങളുടെ പരിശോധനയും നാമനിർദ്ദേശ രേഖകളുടെ വിലയിരുത്തലും അന്തിമ തീരുമാനവും എടുക്കേണ്ടത് ഫിഫ മാനേജ്മെന്റാണ്. ഇതെല്ലാം പൂർത്തീകരിച്ച് ഈ വർഷം ഡിസംബറിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും.